കേരള നിയമസഭയിലെ എൻ്റെ കന്നിപ്രസംഗം അത് ചെങ്ങന്നൂരിൻ്റെ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ തൊട്ട് പിറകെയായത് കാലത്തിൻ്റെ ഒരു നിയോഗമായി ഞാൻ കരുതുകയാണ് സാർ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഞങ്ങൾ അഭൂതപൂർവമായ വിജയം നേടി. ഐക്യജനാധിപത്യ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുപെറുക്കി ഞങ്ങൾ വിജയിച്ചപ്പോൾ ആ വിജയത്തിന് മതത്തിൻ്റെ നിറം കൊടുത്ത് വിജയിച്ച ആളുകളുടെ മതം തിരഞ്ഞ് പരിശോധന നടത്തണമെന്ന് അന്ന് മന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട അംഗം അന്നൊരു പരാമർശം നടത്തി. തീർച്ചയായും മലപ്പുറത്തെ പ്രബുദ്ധരായ വോട്ടർമാർ, തവനൂരിലെ വോട്ടർമാർ അതിന് ബാലറ്റിലൂടെ നൽകിയ ഏറ്റവും മധുര മനോഹരമായ മറുപടിയാണ് എൻ്റെ വിജയമെന്ന് അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്തെ സംബന്ധിച്ചുള്ള വളരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നത് നമുക്കറിയാം, ഒരു യാഥാർത്ഥ്യമാണ്. മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പ്രചരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തി. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്ന മതേതരത്വത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ പ്രദേശത്തെ അപമാനിക്കാനും അവഹേളിക്കാനും ഈ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ വലിയ പരിശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുമ്പോൾ അവരുടെ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, വീര്യം കൂട്ടുന്ന രീതിയിൽ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ മന്ത്രിയും ഒക്കെ വലിയ പരാമർശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. മലപ്പുറം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ഈറ്റില്ലമാണ്, പോറ്റില്ലമാണ്. ആ മണ്ണ് മലയാള ഭാഷ പിറന്നു വീണ തുഞ്ചൻ്റെ മണ്ണാണ്. ജ്ഞാനാപ്പാന എഴുതിയ പൂന്താനത്തിൻ്റെ മണ്ണാണ് മലപ്പുറം. EMS എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ജനിച്ചു വീണ മണ്ണാണ് മലപ്പുറം. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് വില കൊടുത്ത വാഗൺ ട്രാജഡിയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. MB ഗോവിന്ദമേനോനെ പോലെ, കോഴിപ്പുറത്ത് മാധവമേനോനെ പോലെ, AV കുട്ടിമാളു അമ്മയെ പോലെ, ഈ മൊയ്തു മൗലിയെ പോലെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജന്മം നൽകിയ മണ്ണാണ് മലപ്പുറം. ബാബറി മസ്ജിദിന്റെ മിന്നാരങ്ങൾ തകർന്നു വീണപ്പോൾ മലപ്പുറത്തെ ക്ഷേത്രങ്ങൾക്ക് മുസ്ലിം സഹോദരന്മാർ കാവലിരിക്കണമെന്ന് പറഞ്ഞ പാണക്കാട് ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ മതേതരത്വത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണിനെ അപമാനിക്കാനും അവഹേളിക്കാനും ഒക്കെ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ, വ്യാജ സ്റ്റോറികൾ, ഫേക്ക് സ്റ്റോറികൾക്കെതിരെയുള്ള ഏറ്റവും റിയൽ മലപ്പുറം സ്റ്റോറിയായി ഈ വിജയം ചരിത്രത്തിൽ എഴുതപ്പെടും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് മലപ്പുറത്തിനെതിരെയുള്ള പരാമർശം കേവലം പ്രതികരണങ്ങളിൽ മാത്രമായിരുന്നില്ല, പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട എല്ലാ ബഡ്ജറ്റിലും മലപ്പുറം അവഗണിക്കപ്പെട്ടു. ഞങ്ങളൊക്കെ അവിടെ മലപ്പുറത്തെ സംബന്ധിച്ചുള്ള ബഡ്ജറ്റ് വരുമ്പോൾ ഞങ്ങൾ ആ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റ് എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്, പക ബഡ്ജറ്റ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. മലപ്പുറത്തെ ഒരു പകയോടുകൂടി സമീപിച്ച ബഡ്ജറ്റുകളാണ്, അവഗണിക്കപ്പെട്ട ബഡ്ജറ്റാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതെങ്കിൽ ഈ ബഡ്ജറ്റിൽ മലപ്പുറം വലിയ പ്രതീക്ഷയാണ്, മലബാർ വലിയ പ്രതീക്ഷയാണ്.